ഹലോ കുടുംബക്കാരെ, അപ്പം നമ്മൾ ഉമ്മിയാം ലേക്കിലേക്ക് എത്തിയിട്ടുണ്ട്. ഷില്ലോങ്ങിൽ നിന്ന് ടൗണിൽ നിന്ന് 14-15 കിലോമീറ്റർ മാറിയിട്ടാണ് സ്ഥലം എന്നുള്ളത്. ആ വണ്ടി ഓട്ടിക്കുകയാണ് നമ്മൾ 2 വീലറൊക്കെ ഓടിച്ചിരുമ്പോൾ നല്ല രസം കേട്ടോ. കാരണം ഞങ്ങൾ ഇന്നലെ ഇവിടെ വന്നു, ഇന്നലെ വന്നിട്ട് ഞങ്ങൾക്ക് തിരിച്ചു പോയി പട്ടി ചന്തയ്ക്ക് വന്നിട്ട് പോകുന്ന പോലെ. അപ്പോൾ ഇത് 2ാമത്തെ ദിവസമാണ് വരുന്നത്. ഇത് മേഘാലയയിലെ ഏറ്റവും വലിയ മാൻമെയ്ഡ് ലേക്കാണ്. സംഭവം വളരെ സിമ്പിളാണ്. ഇതൊരു നമ്മുടെ ഉമിയാം റിവറിൽ 2 റിവറിനെ ക്ലബ് ചെയ്തിട്ടൊരു ഡാം പണിഞ്ഞു, നമ്മുടെ ഇടുക്കി ഡാമൊക്കെ പോലെ. അപ്പോൾ അതിൽ ഫോം ചെയ്തൊരു ലേക്കാണിത്. അതപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് എന്താ പറയുക, ഇന്നും ഓഫീസുണ്ടാകും. ഇന്നലെ ഓഫീസുണ്ടായിരുന്നു, ഇന്നും ഓഫീസുണ്ട്. അപ്പോൾ നമുക്ക് ഈ ലോക്കൽ സൈറ്റ് ഇങ്ങനെ ഇന്നാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ ഒരു എയർഫോഴ്സ് മ്യൂസിയം പോയായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങൾ നമ്മൾ പോയല്ലോ. ആ സെക്കൻഡ് സ്റ്റെപ്പാണിത്. ഇന്നിപ്പോൾ നമ്മൾ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത് ഉമിയാം ലേക്കുണ്ട്, ലേഡി ഹൈദരി പാർക്ക്, ഒരു ജാപ്പനീസ് സ്റ്റൈല് സംഭവം വരുന്നുണ്ട്. ഒരു കത്രിയിടലുണ്ട്. ദെൻ ഡോൺ ബോസ്കോ മ്യൂസിയം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഷെഡ്യൂൾ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനെക്കുറിച്ച് കാണാം. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ വരുന്നുണ്ട്, നിങ്ങൾ കാണുക, സ്കിപ്പ് ചെയ്യാതെ. കാഴ്ച രസം കേട്ടോ, നിങ്ങൾ നോക്കി ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഉമിയാം ലേക്ക്. നമ്മൾ അതിൻ്റെ ഒരു അപ്പർ സൈഡ് വ്യൂ വന്നിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തിട്ടുണ്ട്. അത് ഈ വീഡിയോയിൽ ഞങ്ങൾ അറ്റാച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ആ റോഡ് എത്ര ഹില്ലി ടെറൈനായിട്ട് ഇങ്ങനെ വളർന്നത്. ഒരു മല കയറി നമ്മൾ മല ഇറങ്ങി അങ്ങോട്ടേക്ക് വരുന്നത്. അത് തന്നെ ഒരു സൂപ്പർ വ്യൂ. അങ്ങനെ എനിക്ക് തോന്നുന്നു ഈ ലേക്ക് ഇപ്പം ഇതുപോലുള്ളൊരു പെർസ്പെക്റ്റീവ് വെച്ചിട്ട് ലേക്കിനേക്കാൾ നൈസ് നമുക്ക് എന്താ പറയുക തോന്നുന്നത്, ഈ വരുന്ന വഴിയാണ് സൂപ്പറായിട്ട് ഫീൽ ചെയ്യുന്നത്. അല്ല, ഇവിടത്തേക്ക് നദി, ഇവിടത്തേക്ക് റിവേഴ്സ് അത്യാവശ്യം നൈസ് ആട്ടോ. നീല കളർ എനിക്ക് ഓൾറെഡി ഇത് നൈസാണ്. ഒരു എന്താ പറയുക, നമുക്കൊരു 1 hour സ്പെൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ കുറച്ച് നേരം ഈ ഷില്ലോങ് ടൗൺ എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ എന്തായാലും വന്നു, മേഘാലയ വന്നു. ഷില്ലോങ്ങിൽ നമ്മൾ ഈ ചിറാപുഞ്ചിയിൽ നിന്ന് നമ്മൾ തിരിച്ച് കാരോ ഹിൽസൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഷില്ലോങ് വന്ന് പോകാം. അല്ലെങ്കിൽ പിന്നെ ഗുവാഹത്തിൽ നിന്നാണ് നമ്മൾ പോകുന്നത്, ഗുവാഹത്തി വന്നിട്ട്. അപ്പോൾ ഇവിടേക്ക് എന്താണെന്ന് വെച്ചാൽ സംഭവം വളരെ സിമ്പിളാണ്. നമുക്കിപ്പോൾ ഷില്ലോങ്ങിൽ ഒരു ഫുൾ ഡേ, നമുക്കൊരു ഫുൾ ഡേ എടുത്തിട്ട് ഈ എയർഫോഴ്സ് മ്യൂസിയം ഇതൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ഒറ്റ ദിവസം മതിയല്ലോ, ഒറ്റ ദിവസം കൊണ്ട് ചെയ്യാം. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവിൽ ഇതൊരു നല്ലൊരു രസമുള്ള സംഭവം. കാരണം ഉമിയാം ലേക്കാണ്, വളരെ പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ നിങ്ങൾ കാണുന്നില്ല. ആ ഒരു 120 എനിക്ക് തോന്നുന്നില്ല 50 rupees പാസും പെർ പേഴ്സൺ, പിന്നെ 20 rupees ബൈക്കിന് പാർക്കിംഗ്. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്, കയാക്കിംഗ് ഉണ്ട്. ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങൾ, ഇവിടെ എന്തൊക്കെ ഇവൻറ്റ്സ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ അതിൻ്റെയൊക്കെ പ്രിപ്പറേഷൻസിലാണ് ഇവർ നിൽക്കുന്നത്. വാട്ടർ സ്പോട്ട് വാട്ടർ സ്പോട്ട് കഫേ. പക്ഷേ ഇവിടെ സ്റ്റിൽ റെനോവേഷൻ നടക്കുന്നേ ഉള്ളൂ കേട്ടോ. കാരണം എനിക്ക് തോന്നി ഓക്കെ, ഇവിടെ അവർ പറയുന്നത് ഈ കഫേയൊക്കെ വന്നിട്ട് 10 മണിക്ക് ഓപ്പൺ ചെയ്യുന്നതാണ് പറയുന്നത്. मल्लिका हिंदुस्तान तशरीफ लाइए सूरत गुजरात में मैं आया था, मैंने 2008 में आया था. मेरा चाइल्डहुड उधर था एक्चुअली, वलसाड में. അപ്പോൾ ഞങ്ങളിപ്പം അതെ ഗുജറാത്തിൽ നിന്ന് വന്നൊരു അങ്കിളിനെ ആൻറ്റിയും കണ്ടു. അവർ പണി തമാശ എന്ന് പറയില്ല, അവർ ഈ പ്രായത്തിലും ട്രാവൽ ചെയ്യുന്നു, എക്സ്പ്ലോർ ചെയ്യുന്നു, എക്സ്പീരിയൻസ് ചെയ്യുന്നു. അത് കഴിഞ്ഞ ദിവസം നമ്മൾ എവിടെയോ പോയപ്പം ഇതുപോലെ കണ്ടായിരുന്നു ഒരു കപ്പിൾ പ്രായമായ. നമ്മളിപ്പോൾ ഞങ്ങളിവിടെ നോർത്ത് ഈസ്റ്റ് വന്ന സമയത്ത് ഇപ്പോൾ നാട്ടിൽ കാണാത്തൊരു പോസിറ്റീവ് സൈഡ്. കാരണം ഇവിടെ നോർത്ത് ഈസ്റ്റിലൊക്കെ വരുമ്പോൾ നോർത്ത് ഈസ്റ്റ് വന്നപ്പോൾ ഇപ്പം ഞങ്ങൾ ഉത്തരാഖണ്ഡിലും അതുണ്ടായിരുന്നു. സംഭവം എന്ന് വെച്ചാൽ നമ്മൾ നോർത്തിലേക്ക് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുമ്പോൾ ഈ പ്രായമായ ആൾക്കാർ, നമ്മൾ പ്രായമായ ആൾക്കാരാണ്. അപ്പം ഒരു 45 അല്ലെങ്കിൽ 50s ആൾക്കാർ, അല്ലേ 55 മുകളിലുള്ള ആൾക്കാർ വന്നിട്ട് അവരവരുടെ റിട്ടയർമെൻറ്റ് ലൈഫ് നല്ല രീതിയിൽ ട്രാവൽ ചെയ്യും. ഇപ്പം നമ്മളിപ്പം കണ്ട ആൾക്കാർ വന്നിട്ട് സൂറത്തു നിന്നുള്ള ആൾക്കാരാണ്. സൂറത്ത് ടു നോർത്ത് ഈസ്റ്റ് മേഘാലയ ഷില്ലോങ് നല്ല ദൂരമുണ്ട്. സോ അവരിവിടെ വന്ന് ഈ എക്സ്പ്ലോർ ചെയ്യുന്നെങ്കിൽ അവരുടെ നല്ല കാലം ഫുൾ അവർക്കൊരു റിഗ്രറ്റിൻ്റെ പുറത്താകണം പ്രോബബിളി. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പം ഞങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ കാണാൻ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക, വിദ്യാഭ്യാസം മാത്രം കൊടുക്കുക. ബാക്കി സ്വർണ്ണമോ ബാങ്ക് ബാലൻസോ നോക്കാതെ ആരോഗ്യമുള്ള സമയത്ത് യാത്രകൾ ചെയ്യുക. സന്തോഷത്തോടെ നിങ്ങളുടെ പാർട്ട്ണർക്ക് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ജീവിതം ജീവിക്കുക. അല്ല എങ്കിൽ നാളെ റിഗ്രറ്റ് തോന്നും. ഈ പല സ്ഥലത്തും നമുക്ക് ആരോഗ്യമില്ലാതെ പോകാൻ പറ്റത്തില്ല. കാശ് ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് കാശ് നാച്ചുറലായിട്ട് വരും. നമ്മൾ കുറച്ച് എഫേർട്ടും സ്ട്രെയിനൊക്കെ എടുക്കും. മീൻസ് അവിടെ ബന്ധാട്ടോ, അവിടെ എന്തൊക്കെ പണി നടക്കാം. അവർ ബന്ദ് വയ്ക്കാം, തിരിച്ചു പോകണം. ഇല്ല, അവിടെ ക്ലോസ് ചെയ്ത് വയ്ക്കുക. പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ചാൽ, അപ്പോൾ ഈ ആരോഗ്യമൊക്കെ സമയത്ത് നമ്മൾ ട്രാവൽ ചെയ്യുക. നമുക്ക് ഒത്തിരി ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം അതിനോട് കോപ്പപ്പായിട്ട് നമ്മുടെ ഹെൽത്ത് കുറേ കൂടി ഇമ്പ്രൂവ് ആകും, കുറേ കൂടി ബെറ്ററായിട്ട് വരും. എന്താ പറയുക, അപ്പോൾ
അത്രയൊക്കെ. പിന്നെ ഈ ഉമിയാൻ ലേക്കിനെ കുറിച്ച് പറയുന്നെങ്കിൽ ഒരു ഫാമിലിയായിട്ടൊക്കെ വരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു 4:30 5 o'clock ഒന്ന് ഒരു ക്ലോസ് ചെയ്യും. പക്ഷേ അതിന് ബോട്ടിങ്ങിലൊക്കെ പോവാം. ബോട്ടിങ്, പക്ഷേ ബോട്ടിങ് 10 മണിക്ക് ഓപ്പൺ ആകത്തുള്ളൂ. ഈ ഷില്ലോങ് ടൗൺ എക്സ്പ്ലോർ ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ ഇവിടെയും വന്നു, നമ്മൾ കണ്ടു എന്ന് സെഞ്ചുറി. കാരണം ഇതെല്ലാം ഇതിനൊരു ഹാഫ് ആൻ അവർ മതി, ഹാഫ് ആൻ അവർ പോലും വേണ്ട. ഈ പാർക്കിൽ ഇത് അവിടെയൊക്കെ വെള്ളം കണ്ടോ നിങ്ങൾ? കുറച്ച് വെള്ളമുണ്ട്, നമുക്ക് പുറത്തേക്ക് താഴെ പച്ചവെള്ളം പച്ചവെള്ളം. ഒരു സൈഡ് നീലവെള്ളം. ഇതൊരു റിസോർട്ട്. പിന്നെ എന്താ പറയുക, പിന്നെ എന്താ സംഭവം വെച്ചാൽ ഇതിൽ വരുന്ന വേറൊരു കാര്യം, നമ്മുടെ ഈ മുകളിൽ അവിടെ ഡാമിൻ്റെ ശരിക്കുള്ള വ്യൂ കിട്ടുന്നുണ്ട് നമുക്ക്. ഡാമിൻ്റെ ശരിക്കുള്ള വ്യൂവിന് ഈ വരുന്ന വഴിക്ക് നമുക്ക് ഡാമിൻ്റെ മുകളിൽ തന്നെ വണ്ടി നിർത്തിയിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോടാ. ഈ പച്ചയുടെ നീലയുടെ സംഗമമുണ്ടോ? അപ്പോൾ നമുക്ക് പിന്നെ എന്താ പറയുക, ഈ വരുന്ന വഴിക്ക് ഈ ഡാമിൻ്റെ മുകളിൽ നമുക്ക് നിർത്തി നമുക്ക് ഫോട്ടോസ് എടുക്കാനുള്ള ഓപ്ഷൻ വേണം. ലൈറ്റ് വർക്കേഴ്സ് നമുക്ക് നിർത്തുന്ന ഫോട്ടോസ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് കാണാൻ പറ്റും, നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. അല്ല ട്രാവൽ ചെയ്യണം, അവിടെ നിർത്തിയിട്ട് നമുക്ക് ആ ഒരു ഡാമിൻ്റെ ആ ഒരു താഴത്തുള്ള താഴ്ചയൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് ഭാഗത്തിനാണെന്ന് വെച്ചാൽ ഓക്കെ, ഇവിടെ വന്നു ഫോട്ടോ എടുത്തു കണ്ടു പോകുന്നത്. അവർ ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ കയാക്കിങ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഈ പച്ച വെള്ളത്തിൻ്റെ നീല വെള്ളത്തിൻ്റെ സംഗമം കാണണോ? സംഗമം കാണാൻ പറ്റില്ല, അത് അവിടെ ഇവിടെ അങ്ങ് പോകണം അവിടേക്ക്. നമുക്ക് ഇവിടെ നിന്ന് നോക്കാമേ. ഇത് ഏത് അറിയാമോ? ഉമിയാങ് തന്നെയാണ്. കുടുംബക്കാരെ, നമ്മളിപ്പം എന്താ പറയാ, ഈ ഉമിയം എന്ന നദിയുടെ സംഗമമാണ് കാണാൻ പോകുന്നത്. സംഗമ സന്ധ്യ. ഇതാണ് അപ്പോൾ നമ്മുടെ ഉമിയാൻ ലേക്കിൻ്റെ ആ വ്യൂ പോയിന്റ് എന്നുള്ള വ്യൂ. എന്ത് നല്ല കാഴ്ചകളാണ്. നമ്മുടെ ഇടുക്കി ഡാമൊക്കെ പോലെ തന്നെയാണിത്, അല്ലാതെ അത്രയും വലുതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അത്രയൊക്കെ, പക്ഷേ കാണുന്ന കാഴ്ചകൾ രസമാണ്. ഇവിടെ ഞാൻ ടൗണിൽ, അത് സിറ്റി സെൻട്രലൂടെ ആയതുകൊണ്ട്, അത് ക്യാപിറ്റൽ സിറ്റി ഇല്ല, അതിൻ്റേതായ ഒരു ബ്യൂട്ടിയുണ്ട്. പക്ഷേ ഇത് ഏറ്റവും നല്ല ബ്യൂട്ടി മുകളിലേക്ക് പോകണം. അയാളത് ഇവിടെ എന്തോ സംഗമം കാണാൻ വേണ്ടി പോയിക്കുക. പച്ചയും നീലയും രണ്ടും പച്ചനടാ. കുടുംബക്കാരെ, ഇവിടെ വന്നിട്ട് ഈ ജെറ്റ്സ്കിയോ ആ ബോട്ടിംഗ് ഒക്കെ ഉണ്ടോ? ഇവിടുന്ന് നോക്കുമ്പോൾ ഈ ഇത് മുഴുവൻ പച്ചയായിട്ട് കാണുന്നു. അവിടെ നോക്കിയപ്പോൾ മുഴുവൻ ഡാമായിട്ടോടാ പോയി. അവിടെ പല ബോട്ടുകളും നശിച്ചു കിടപ്പുണ്ട്. അതൊക്കെ വർക്കിംഗ് കണ്ടീഷനിലാണെന്ന് തോന്നുന്നത്. എനിക്കിപ്പോഴും കൂടെ മനസ്സിലാവണില്ല. ഗൈസ്, ഇവിടെ എന്തോ ഇവൻറ്റ്സ് ഒക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെതായ ഡെക്കറേഷൻസിലും പരിപാടി ട്രൈനേഷൻ ടൂർണമെൻ്റ് അതൊക്കെ ഇവിടെ നടക്കുന്നുണ്ടെന്ന് ഞങ്ങൾ കണ്ടായിരുന്നു. ഗൈസ്, അപ്പോൾ ഉമിയാൻ ലേക്കിൽ നിന്ന് ക്യാമറാമാൻ വിഷ്ണുവിനോടൊപ്പം മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കുടുംബത്തിലേക്ക് സ്വാഗതം. കുടുംബക്കാരെ, ഞാൻ ഇപ്പോഴും കൺഫ്യൂസ്ഡ് ആണ്. ഇവിടുത്തെ വെള്ളം പച്ച, അവിടുത്തെ വെള്ളം നീല, പക്ഷെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ മൊത്തം പച്ച. ബൈ. അടുത്ത സ്ഥലത്ത് എനിക്ക് തോന്നുന്നു ഈ ഉമിയാൻ ലേക്കിൽ ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ. ഒരുപാട്, ഞാൻ പ്രത്യേകിച്ച് ഫാമിലീസ് വരുന്ന ആൾക്കാരൊക്കെ വന്നു. ഒരു ഷില്ലോങ്ങിലെ ഒരു മേജർ അട്രാക്ഷൻസിൽ ഒന്ന് തന്നെയാണ് ഈ ഉമിയാൻ ലേക്ക് എന്ന് തോന്നുന്നു, അല്ലേ? ഞങ്ങൾ കരുതി ഞങ്ങൾ വന്ന് മാറിപ്പോയോ അല്ലെങ്കിൽ ട്രൈ, കാരണം ജസ്റ്റ് ഒരു പ്ലസന്റ് വ്യൂ എന്ന് തന്നിട്ടില്ല. പക്ഷെ അല്ല, പക്ഷേ എന്താ പറയുക, അങ്ങനെ എൻജോയ് ചെയ്യാൻ വേണ്ടി വേറെ ട്രിപ്പിലൊക്കെ വരുന്ന ആളുകൾക്ക് ഈ ബോട്ടിങ്, കയാക്കിങ് അങ്ങനെയൊക്കെ ചെയ്ത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. കൂടുതൽ ആൾക്കാർ അതാണ് വരുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് കയാക്കിങ്, നമുക്ക് ക്രാഫ്റ്റിങ്, അല്ലെങ്കിൽ എന്താ പറയുക ഹൈക്കിങ്, ട്രക്കിങ്, അല്ലെങ്കിൽ വേറെ വല്ല ട്രെയിലിങ്, അപ്പോൾ അതൊക്കെയാണ് നമുക്ക് വരുന്ന പണി. അത് വേറൊരു സൈഡ് എഫക്റ്റ് എന്ന് വെച്ചാൽ ചെയ്യും എന്നിട്ട് കിടന്ന് നെക്സ്റ്റ് 2 ദിവസം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ മറ്റേ ഡബിൾ ഡെക്കർ റൂട്ട് ബ്രിഡ്ജിൻ്റെ ട്രക്കിന് പോയ സമയത്ത് ഞാനൊന്ന് വിറക്കിയായിരുന്നു. എന്നോട് ഡെൻസർ ചോദിക്കുകയും ചെയ്തു, അപ്പോൾ നല്ല പേടിയുണ്ട്. സത്യമായിട്ട് പേടിയുണ്ട്. ഡെൻസർ ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഈ ലേക്ക്, ബോട്ടിങ്, അതൊക്കെ നമുക്ക് ഏത് പ്രായത്തിൽ വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ ട്രക്കിംഗ്, ട്രെയിലിംഗ്, ഹൈക്കിംഗ് ഇതൊക്കെ നമുക്ക് എല്ലാ പ്രായത്തിലും ചെയ്യാൻ പറ്റുന്ന. ഇത് ഇയാൾ പറഞ്ഞോണ്ട് പറയാണ്, നമ്മളിതൊക്കെ പറയുന്നുണ്ട്. ഞായറും നിങ്ങൾ ഞങ്ങളുടെ അവസ്ഥ എന്താണെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. കാരണം ശനി ഞായറും ഞങ്ങളുടെ മക്കളിലേക്ക് കിടക്കുന്നത് 2 വലിയ ട്രക്കാണ്. ഒന്ന് 16 കിലോമീറ്ററിൻ്റെ ഒരു ട്രക്കും, രണ്ടാമത്തത് 12 കിലോമീറ്ററിൻ്റെ മറ്റൊരു ട്രക്കും. 12 കിലോമീറ്റർ പ്രശ്നമെന്ന് വെച്ചാൽ ഇതിൽ ഒരു പർട്ടിക്കുലർ ഒരു ക്യാനിൻ്റെ 270 ഡിഗ്രി വ്യൂ കിട്ടുന്ന ഒരു ട്രക്കുണ്ട്. അത് പോകണമെന്നൊക്കെ കരുതി ഒരു ഫൈനലൈസ് ചെയ്തിട്ടില്ല. ഒരു 7 ദിവസത്തെ ട്രക്കുണ്ട്, അത് എനിക്ക് ചെയ്യണമെന്നുണ്ട്. അയ്യോ, ഓ പറയുന്നത് കേട്ടല്ലോ. ഒരു 8 സിക്കിമില്ല 8 ദിവസം ട്രക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ 8 മണിക്കൂർ ട്രക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച ടീമാണ് പറയുന്നത്.
7 മണിക്കൂർ ബെസ്റ്റ് ട്രക്ക്. എന്തോരോ മഹാനുപോലും എനിക്ക് കേദാർ കണ്ട എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അവിടെ ടാറ്റ അടുത്ത സ്ഥലത്തേക്ക് പോകാം. ബൈ.